ആ തേങ്ങ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഏകദേശം ഒരു 3 വർഷം ഒക്കെ മാത്രം പ്രായമായ ഒരു തെങ്ങാണ്. അതായത് നമ്മുടെ ഈ വളം ഉണ്ടാക്കുന്നതിൻ്റെ വേസ്റ്റ് വാരി മറ്റേ ഇതിൻ്റെ ചുവട്ടിലിടുന്നതാണ്. ഈ നാട് യുവജന സഹകരണ സംഘത്തിന് ഒരു ഗവേഷക വിഭാഗമുണ്ട്. ആ ഗവേഷകരുടെ നേതൃത്വത്തിൽ പ്രത്യേകം അവർ ഗവേഷണം നടത്തി തയ്യാറാക്കിയെടുക്കുന്ന വളങ്ങളാണ് നമ്മൾ ഈ ഫാക്ടറിയിൽ ചെയ്തെടുക്കുക. ഒരു ഇടനിലക്കാരല്ല, ആ വിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു സോയിൽ ടെസ്റ്റ് ഉണ്ടെങ്കിൽ ആ സോയിൽ ടെസ്റ്റ് നമുക്ക് തരുവാണെങ്കിൽ ആ സോയിൽ ടെസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങളുടെ ആ മണ്ണിൽ എന്താണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനും പറ്റും. നമ്മളുടെ വളം ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാമ്പിൾ അയച്ചു തരും. ഈൽഡ് കിട്ടുന്ന ചെടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഏറ്റവും കൂടുതൽ പോകുന്ന തെങ്ങ്, ജാതി, കുരുമുളക്, ഏലം, അതുപോലെ പച്ചക്കറികൾ, അങ്ങനെയുള്ള എല്ലാ ഇതിനും പോകുന്നതാണ്. കൂടുതൽ എടുക്കുന്ന ആളുകളുടെ അതേ റേറ്റിൽ തന്നെ നമുക്ക് ചെറുകിട കർഷകർക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഈ മുട്ടയുടെ തോടുണ്ട്, പിന്നെ പാടയുണ്ട്. ഈ പാടയ്ക്കകത്താണ് നമുക്ക് ഈ മൈക്രോ എലമെന്റ്സ് ഒക്കെ അടങ്ങുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ വളം ഉപയോഗിക്കുന്ന കർഷകർ തന്നെയാണ്. നമസ്കാരം. നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്താവോ? ഇത് ഈ നാട് ജൈവവളം എന്നുള്ള പേരിൽ നമ്മൾ വിപണിയിൽ എത്തിക്കുന്ന ജൈവവളത്തിൻ്റെ നമ്മളുടെ ഫാക്ടറിയാണ് വരുന്നത്. ഈ നാട് ജൈവവളം ഈ നാട് യുവജന സഹകരണ സംഘത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ജൈവവള ഉൽപാദന യൂണിറ്റാണ് വരുന്നത്. നമുക്കിവിടെ വിവിധ തരത്തിലുള്ള ജൈവവളങ്ങളുണ്ട്. ഈ നാട് യുവജന സഹകരണ സംഘം എന്ന് പറയുമ്പോൾ കേരളത്തിലെ യുവജന സഹകരണ സംഘം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി തുടങ്ങിയ സഹകരണ സംഘങ്ങളാണ്. അതിൽ 40 വയസ്സിൽ താഴെയുള്ളവരാണ് അതിൽ അംഗങ്ങളായിട്ടുള്ളത് വരുന്നത്. നമ്മൾ ബാങ്ക് പോലെയല്ല, ബിസിനസ് ചെയ്യുന്ന നമ്മളുടെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് കൃഷി, പരിസ്ഥിതി, മാലിന്യ നിർമ്മാർജ്ജനം, ഈ 3 മേഖലയിലാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ വരുന്നത്. അതിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഗുണനിലവാരമുള്ള വളങ്ങൾ കർഷകരിലോട്ട് എത്തിക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വിവിധ തരത്തിലുള്ള വളങ്ങൾ ഇറക്കുന്നത്. അതായത് എല്ലാ വിളകൾക്കും അനുയോജ്യമായിട്ടുള്ള ഓരോ വിള, ഇപ്പം തെങ്ങ്, കപ്പ, വാഴ, പൈനാപ്പിൾ, അല്ലെങ്കിൽ ഏലം, അങ്ങനെ റബ്ബർ, ഏത് വിളയ്ക്കും അനുയോജ്യമായിട്ടുള്ള വിവിധ തരത്തിലുള്ള ജൈവവളങ്ങൾ നമ്മൾ പുറത്തിറക്കുന്നുണ്ട്. നമ്മളുടെ വളങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ എന്തെങ്കിലും എന്നുള്ള രീതിയിൽ ചെയ്യുമല്ല. ഈ നാട് യുവജന സഹകരണ സംഘത്തിന് ഒരു ഗവേഷക വിഭാഗമുണ്ട്. ആ ഗവേഷകരുടെ നേതൃത്വത്തിൽ പ്രത്യേകം അവർ ഗവേഷണം നടത്തി തയ്യാറാക്കിയെടുക്കുന്ന വളങ്ങളാണ് നമ്മൾ ഈ ഫാക്ടറിയിൽ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് എവിടെയാണ് വരുന്നത്? നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ കോട്ടയം ജില്ലയിലെ ഉഴവൂരിനടുത്ത് വെളിയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. നമുക്ക് ഗൂഗിൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഗൂഗിൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മറ്റേ ഈ നാട് ക്യാമ്പസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ നമുക്ക് ഇത് കിട്ടും, ഗൂഗിൾ മാപ്പിൽ കിട്ടും. അതിനോടനുബന്ധിച്ച് നമുക്കൊരു കൃഷി പരിശീലന കേന്ദ്രമൊക്കെ ഉണ്ട്. ഈ നാട് ക്യാമ്പസ് എന്നുള്ള പേരിലാണ് നമ്മുടെ സ്ഥാപനം അറിയപ്പെടുന്നത്. ഇപ്പോൾ കർഷകർ വന്നിട്ട് നമുക്ക് നേരിട്ട് ഇതൊക്കെ കണ്ട് ബോധ്യപ്പെട്ടിട്ട് അവർക്ക് നമ്മളെ പ്രോഡക്ട്സ് വാങ്ങാനുള്ള സൗകര്യം? തീർച്ചയായിട്ടും. നമ്മളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മളിത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കർഷകർക്ക് കുറഞ്ഞ ചെലവിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനം എന്ന് വെച്ചാൽ ഇടനിലക്കാരില്ലാതെ കർഷകരിലോട്ട് നേരിട്ട് എത്തിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കർഷകർക്ക് നേരിട്ട് ഇവിടെ വന്ന് നമ്മുടെ ഉൽപ്പാദനമൊക്കെ കാണണമെങ്കിൽ കണ്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതായത് നമ്മൾ മറ്റൊരു ഇടനിലക്കാരില്ലാതെ, ഇപ്പോൾ നിങ്ങൾക്കൊരു 5 ആക്കോ 10 ആക്കോ വളം വേണമെന്ന് പറയാം, നമ്മളെ വിളിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടി ആ റൂട്ടിൽ വരുന്നുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ വിലയ്ക്ക് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് പൈസ ഒരു ഇടനിലക്കാരല്ല, ആ വിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കച്ചവടക്കാർ നമ്മുടെ അടുത്ത് വന്ന് എടുക്കുന്നുണ്ട്, ആ കർഷകർക്ക് ഏത് വിലയ്ക്കാണ് കൊടുക്കുന്നത് ആ വിലയ്ക്ക് തന്നെയാണ് നമ്മൾ അവർക്കും കൊടുക്കുന്നത്. അതിലൊരു വില വ്യത്യാസമില്ല. അതായത് ഇപ്പോൾ ഒരു ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാലും കർഷകർക്ക് കൊടുത്തു കഴിഞ്ഞാലും എല്ലാം ഒരു റേറ്റിലാണ് നമ്മൾ മറ്റേ കൊടുക്കുന്നത്. ഇതാണ് ഈ നാട് പുറത്തിറക്കുന്ന വിവിധ തരത്തിലുള്ള ജൈവവളങ്ങൾ. ഇപ്പം നമ്മൾ പുറത്തിറക്കുന്നതിൽ ഇത് ഹരിതപോഷം എന്ന് പറഞ്ഞിട്ടൊരു വളമുണ്ട്. ഇത് ഒരു വിവിധതരം കമ്പോസ്റ്റുകളുടെ പ്രീമിയം കമ്പോസ്റ്റുകളുടെ മിക്സാണ് വരുന്നത്. ഇതിനകത്ത് ട്രൈക്കോഡർമ ഉപയോഗിച്ച് എൻറിച്ച് ചെയ്ത ചാണകപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ ഇനോക്കുലം, ബാക്ടീരിയൽ ഇനോക്കുലം ഉപയോഗിച്ച് കമ്പോസ്റ്റ് ചെയ്ത കോഴിവളം, മണ്ണിര കമ്പോസ്റ്റ്, അങ്ങനെ എക്സൽ പൗഡർ, ബയോ പൊട്ടാഷ്, അങ്ങനെ വിവിധ തരം കമ്പോസ്റ്റുകളുടെ മിക്സാണ് ഇത് വരുന്നത്. ഇത് നമ്മൾ കൊടുക്കുന്നതിൽ ഏറ്റവും വിലക്കുറഞ്ഞ വളമാണ്. ഏറ്റവും വിലക്കുറഞ്ഞ വളം എന്ന് പറയുന്നത് ഇത് നമ്മുടെ വില എന്ന് പറഞ്ഞാൽ 15 രൂപയാണ് കിലോയ്ക്ക് വരുന്നത്. വിലക്കുറവെന്ന് പറയുമ്പോൾ പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇത് NPK റിച്ച് ആയിട്ടുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള വളമാണ്. ഇത് എല്ലാ കൃഷിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഇതാണ്. ഇപ്പം ഏലം, പച്ചക്കറി കൃഷി, തെങ്ങ്, കപ്പ, വാഴ, പൈനാപ്പിൾ, ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ പോകുന്ന പൈനാപ്പിൾ കർഷകർ, ഏലം കർഷകർ, അതുപോലെ തന്നെ കപ്പ കർഷകർ, ഇവർക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നതാണ് ഇത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രീമിയം 2 വളങ്ങളാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് ബയോമീല്.
ബയോമീൽ എല്ലാത്തരം വിളകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കായ ഉണ്ടാവുന്ന ചെടികൾക്ക്, അതായത് ഫ്രൂട്ട് പ്ലാന്റ്സ്, അതായത് ഈൽഡ് കിട്ടുന്ന ചെടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഏറ്റവും കൂടുതൽ പോകുന്ന തെങ്ങ്, ജാതി, കുരുമുളക്, ഏലം, അതുപോലെ പച്ചക്കറികൾ, അങ്ങനെയുള്ള എല്ലാ ഇതിനും പോകുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് NPK-ക്കൊപ്പം തന്നെ മറ്റേ സെക്കൻഡറി ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഇതിനകത്ത് അടങ്ങുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് സ്യൂഡോമോണാസ് ആഡ് ചെയ്ത വളമാണ്. അപ്പം കുറേയും കൂടെ നമുക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടും. ഇതിനകത്തൊരു മിക്സിംഗ് എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള പിണ്ണാക്കുകളാണ്. ഇപ്പോൾ വേപ്പിൻ പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, മരോട്ടി പിണ്ണാക്ക്, ആവണക്കും പിണ്ണാക്ക്, അങ്ങനെ വിവിധ തരത്തിലുള്ള പിണ്ണാക്ക്, ബയോ പൊട്ടാഷ്, ഫിഷ് മീല്, എഗ് മീല്, എല്ലുപൊടി, അങ്ങനെ വിവിധ തരത്തിലുള്ള ഇതിൻ്റെ മിക്സാണ് ഇത് വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് മിറാക്കിൾ 40. ഇതൊരു ഏലം സ്പെഷ്യൽ വളമാണ്. ഇത് നിങ്ങൾ നോക്കുമ്പോൾ കാണാം, നമ്മുടെ മറ്റു വളങ്ങളിൽ നിന്നൊക്കെ ഇതിന് ചെറിയ കളർ വ്യത്യാസമുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏലത്തിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. അതായത് ഏലത്തിൻ്റെ അഴുകൽ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പോകുന്നതും ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ടുള്ള ഒരു വളമാണ് ഏലത്തിന്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മഞ്ഞൾ, ആ കളർ വ്യത്യാസം എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ അറിയാം ഒരു ഭയങ്കര മഞ്ഞപ്പില്ലതാണ്. ഈ മഞ്ഞൾപ്പൊടിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി സാധാരണ അഴുകൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു നാച്ചുറൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി മഞ്ഞളിലുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മഞ്ഞൾ ഓവറായിട്ട് ചേർക്കുമ്പോൾ അത് ഈ ഏലത്തിൻ്റെ ചെടികളെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഈ മഞ്ഞൾ അത്യാവശ്യം പവർ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ ചെറിയ വേരുകൾ കരിഞ്ഞു പോകുന്നതിനും മണ്ണിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ചില സൂക്ഷ്മജീവികൾ നശിച്ചു പോകുന്നതിനും കാരണമായിട്ടാണല്ലോ നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുന്നത്. അപ്പം അത് നെഗറ്റീവ്ലി ബാധിക്കാൻ ഇതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റേ ഈ നാടിൻ്റെ ഗവേഷണ വിഭാഗത്തിൽ കൃത്യമായിട്ട് അതിനെ കുറിച്ച് പഠനം നടത്തിയിട്ട് ആവശ്യമുള്ള അളവിൽ മാത്രം, ഈ അമിതമായാൽ അമൃതും ദോഷം നമ്മൾ പറയുമല്ലോ, അതുപോലെ തന്നെയാണ് അത് കൃത്യമായിട്ടൊരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ചേർത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവർ മഞ്ഞ കളറില്ല, പക്ഷെ എന്നാൽ അതിനുള്ള ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി അതിനകത്തുണ്ട്. അതുപോലെ തന്നെ അഴുകൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്യൂഡോമോണാസും ട്രൈക്കോഡർമയും ഒക്കെ നമ്മൾ വെച്ച് എൻറിച്ച് ചെയ്താണ്. ഇത് പ്രധാനമായിട്ടും ഏലത്തിനാണ്. പിന്നെ നമുക്ക് അടുത്ത ഏറ്റവും കൂടെ കാണാം. അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ്. ഇപ്പം ട്രെൻഡിങ് ആണെങ്കിലും നമ്മൾ 2-3 വർഷമായിട്ട് തന്നെ ഇത് ചെയ്യുന്നുണ്ട്. ഇതാണ് എക്സൽ പൗഡർ. എക്സൽ പൗഡർ പ്രധാനമായിട്ടും ഈ ഫ്രൂട്ട് പ്ലാന്റ്സ്, അതായത് കായ ഉണ്ടാകുന്ന ചെടികൾക്കെല്ലാം, അതായത് ഇപ്പോൾ പച്ചക്കറികൾക്കൊക്കെയാണ് നമ്മൾ സാധാരണ ഏലത്തിനൊക്കെ ഈ ഏലത്തിൻ്റെ കായയുടെ അറ്റം ഒരു അഴുകൽ വരുന്നത് കാണാം. അത് അത്തരം ചില അസുഖങ്ങളുണ്ട്. അത് കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് വരുന്നതാണ്. അതായത് എക്സൽ പൗഡർ എന്ന് പറയുന്നത് ഒരു കാൽസ്യത്തിൻ്റെ നാച്ചുറൽ മറ്റേ സോഴ്സ് ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കായ്ക്ക് നല്ല ഷേപ്പ് കിട്ടുന്നതിന്, നല്ലപോലെ പൂ പിടിക്കുന്നതിന്, മറ്റേ കാ പിടിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് എല്ലാത്തരം വിളകൾക്കും, അതായത് ഇപ്പം തെങ്ങ്, ജാതി, ഏലം, പച്ചക്കറികൾ, അങ്ങനെ എല്ലാത്തരം വിളകൾക്കും പോകുന്നതാണ്. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ഏലത്തിനാണ് ഉപയോഗിക്കുന്നത്. ഒപ്പം തന്നെ ഇത് നമുക്ക് മണ്ണിലെ pH ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഞങ്ങളുടെ കോട്ടയംകാരുടെ സ്പെഷ്യലായിട്ടുള്ള റബ്ബർ മിക്സ്ചറാണ്. ഇത് റബ്ബറിന് വേണ്ടിയിട്ട് മാത്രമുള്ള മറ്റേ വളമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ തൈമരത്തിന് നല്ല വളർച്ചയ്ക്കും അതുപോലെ പാലുള്ള മരത്തിന് ആ ലാറ്റക്സിൻ്റെ ഗാഢത ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് സഹായിക്കുന്ന മറ്റൊരു വളമാണ്. പിന്നെ അടുത്തത് നമ്മൾ ഇത്ര നേരം നമ്മൾ വലിയ വൻകിട കർഷകരെ ഉദ്ദേശിച്ചുള്ളതാണെങ്കിൽ നമുക്ക് ചെറിയ അടുക്കളത്തോട്ടമൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ടെറസ് ഗാർഡനൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചുള്ളതാണ് മറ്റേ പോട്ടി മിക്സ്ചർ. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വെയ്റ്റ്ലെസ് ആണ്. അപ്പം വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ ഇത് മണ്ണ് ചേർക്കാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒത്തിരി ഭാരം വരുന്നില്ല. ഇത് സാധാരണ പലപ്പോഴും നമ്മൾ മേടിക്കുന്ന പോട്ടിംഗ് മിക്സ്ചർ ചിലപ്പോൾ മണ്ണ് ചേർത്തിട്ടായിരിക്കും അവർ തരുന്നത്, അല്ലെ മണ്ണ് ചേർത്തായിരിക്കും ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മണ്ണ് ചേർക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇതിനകത്ത് ചകിരിച്ചോറിന്റെ ഇതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. സെറ്റായി പോകത്തില്ല. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് വെള്ളം ഈർപ്പം നിലനിർത്താൻ സാധിക്കുന്നു. അതുപോലെ നമ്മൾ ഇതിനകത്ത് എക്സെല്ല് ചേർക്കുന്നുണ്ട്, അതുപോലെ ഉമി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സെറ്റായി പോകാതെ അതിലൊരു മണ്ണിലെ ഒരു ഇളക്കം നിലനിർത്തി അത് വായുസഞ്ചാരം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഇപ്പം ഗ്രോ ബാഗിലൊക്കെ അല്ലെങ്കിൽ ചട്ടികളിലൊക്കെ കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന
ഐറ്റംസ് ആണ്. ഇപ്പം നമുക്ക് ടോട്ടൽ 6 പ്രോഡക്റ്റുകളാണ് ഉള്ളത്. അതിൽ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് ഒരു 15 രൂപ മുതൽ. ആ 15 രൂപ എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പരസ്യം കാണാറുണ്ട് 5 രൂപ 6 രൂപയ്ക്കൊക്കെ വളം കിട്ടുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തെങ്കിലും വളം വിൽക്കുക എന്നുള്ളതല്ല, വിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് അവർക്ക് ആ റിസൾട്ട് കിട്ടണം. അതെ, നമുക്കൊരു ഗവേഷക വിഭാഗം തന്നെ. അതെ, ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾക്ക് സ്വന്തമായിട്ടൊരു ഗവേഷണ വിഭാഗം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായിട്ട് പഠനവിധേയമാക്കിയിട്ടാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും വളങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മളിതിനകത്ത് പ്രധാനമായിട്ടും നമ്മുടെ പ്രൈമറി ന്യൂട്രിയൻസ് ഉണ്ട്, സെക്കൻഡറി ന്യൂട്രിയൻസ് ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. ഇപ്പം ഈ ചില ന്യൂട്രിയൻസിൻ്റെ അളവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ദോഷകരമാണ്. അപ്പോൾ ഓരോ ചെടികൾക്കും എന്താണ് ആവശ്യമുള്ളതെന്നുള്ളത് കൃത്യമായി നമ്മുടെ ഗവേഷണ വിഭാഗത്തിലെ വിദഗ്ധരാം പഠനം നടത്തിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ വളങ്ങളും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മളൊരു സർക്കാർ അണ്ടർടേക്കിംഗ് സ്ഥാപനമാകുമ്പോഴത്തേക്കും നമ്മളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി, നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് കുറഞ്ഞ നിലവിൽ ഗുണനിലവാരമുള്ള വളങ്ങൾ നേരിട്ട് കർഷകരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ ഇതെല്ലാം പരിചയപ്പെട്ടു കഴിഞ്ഞു. നമുക്ക് ഇതിന്റെ ഡീലർഷിപ്പ് കാര്യങ്ങളുണ്ടോ, എങ്ങനെയാണ്? ഇപ്പം നമ്മൾ ചെയ്യുന്നത് കൂടുതലും ഡയറക്റ്റ് സെയിലാണ് വരുന്നത്. 2 തരത്തിലാണ് വരുന്നത്. ഇപ്പം കൂടുതൽ അളവ് ആവശ്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അപ്പം കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ഇത്രയും ജില്ലകളിൽ നമ്മളുടെ വണ്ടി റൂട്ടിൽ പോകുന്നുണ്ട്. അപ്പം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എത്രയാണെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എത്തിച്ചു തരാൻ പറ്റും. പിന്നെ അതല്ലാതെ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ഉള്ളത് നമ്മൾ പാഴ്സലായിട്ടും കൊറിയറായിട്ടും അയക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 കിലോ ഒക്കെ താഴെയുള്ളതാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് വഴി കൊറിയറായിട്ടാണ് അയക്കുന്നത്. അതായത് നമ്മൾ ഈ 40 കിലോ അല്ലാതെ ചെറിയ പാക്കറ്റിലും കൊടുക്കുന്നുണ്ട്. അപ്പം ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത്. അതേസമയം വലിയ ഇപ്പം ഇതുപോലെയുള്ള ചാക്കുകളായിട്ടാണ് വേണ്ടെങ്കിൽ ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് അയക്കുന്നത്. അപ്പം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്കത് അയച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ കൂടുതൽ വേണ്ടവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഇപ്പോൾ എവിടെയാണെങ്കിലും നമ്മുടെ വണ്ടിക്ക് നമുക്ക് സൈറ്റിൽ എത്തിച്ചു കൊടുക്കാനും പറ്റും. ഈ ചെറിയ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നമുക്ക് വരുന്ന കൊറിയർ ചാർജ് ഒത്തിരി, അതാണ് നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. അയച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ കൊറിയർ ചാർജ് ആണ് പലപ്പോഴും വളത്തിന്റെ വിലയേക്കാൾ കൂടുതൽ കൊറിയർ ചാർജ് ആവുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു 10 കിലോ കൊറിയർ വഴി വളം വീട്ടിലെത്തുന്ന ചാർജ് ആവത്തുള്ളൂ ഈ 40 കിലോ ഒരു ചാക്കിന്റെ ബാഗ്. അതായത് ഒരു 40 കിലോയുടെ ബാഗ് വാങ്ങുന്നതാണ് നമുക്ക് എന്തുകൊണ്ടും എപ്പോഴും സേഫ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഏറ്റവും ഒരു 12 മാസമൊക്കെ അതിന് ഷെൽഫ് ലൈഫ് ഉള്ളതാണ്. അപ്പോൾ കൂടുതലും വാങ്ങിച്ചെന്ന് കരുതിയിട്ട് ചെറിയ ആളുകളും അത് കേടായി പോകത്തൊന്നുമില്ല. കാറ്റ് കയറാതെ ഈർപ്പം അടിക്കാതെ നമുക്ക് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അപ്പം വളങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. അപ്പം വലിയ ബാഗ് വാങ്ങുന്നതായിരിക്കും എപ്പോഴും കർഷകരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ലാഭകരം. ഞങ്ങളുടെ ഏറ്റവും വലിയ ഈ നാട് വളങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വളങ്ങൾ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതായത് നിങ്ങളിപ്പം ഒരു കൃഷി ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു സോയിൽ ടെസ്റ്റ് ഉണ്ട് എങ്കിൽ ആ ടെസ്റ്റിനനുസരിച്ച് അത് പലപ്പോഴും നമ്മളെ കേരളത്തിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ആളുകൾ വളം വാങ്ങിച്ചിട്ടുകൊണ്ടേയിരിക്കും, പക്ഷെ അത് നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന് മനസ്സിലാക്കാതെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കൃത്യമായിട്ടുള്ള വിളവ് കിട്ടണമെന്ന് വരികയില്ല. അപ്പം നിങ്ങളൊരു സോയിൽ ടെസ്റ്റ് ഉണ്ടെങ്കിൽ ആ സോയിൽ ടെസ്റ്റ് നമുക്ക് തരുവാണെങ്കിൽ ആ സോയിൽ ടെസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങളുടെ ആ മണ്ണിൽ എന്താണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഇപ്പോൾ ഇടുക്കിയിലൊക്കെ ഏലത്തിന് അങ്ങനെ നമ്മൾ ഒരുപാട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മറ്റൊരിടത്തും കേട്ടിട്ടില്ലാത്തൊരു ഇതാണ്. അതായത് ഇപ്പോൾ പല സോയിലാണ്, പലയിടത്തും പല സോയിൽ ആണ് വരുന്നത്. അതിൽ ഓരോ മൂലകങ്ങൾ കുറവുണ്ടാവും. അപ്പൊ ഏതെങ്കിലും വളം വാങ്ങിച്ച് നമ്മൾ ഇട്ടെന്ന് പറഞ്ഞിട്ട് അത് റിസൾട്ട് കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എന്താണോ ആവശ്യമുള്ളത് അത് മണ്ണിന് ആവശ്യമുള്ള സാധനം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളൊരു സോയിൽ ടെസ്റ്റ് നമുക്ക് അയച്ചു തരുവാണെങ്കിൽ അത് നമ്മളുടെ ഗവേഷണ വിഭാഗത്തിലെ വിദഗ്ധർ അത് പരിശോധിച്ചതിന് ശേഷം അതിനാവശ്യമുള്ള ഇപ്പം തെങ്ങിന് ആവശ്യമുള്ളതായിരിക്കില്ല, വാഴയ്ക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഏലത്തിന് ആവശ്യമുള്ള, അപ്പോൾ ഓരോന്നിനും വ്യത്യസ്ത തരത്തിലുള്ള വളങ്ങളായിരിക്കും ആവശ്യമുള്ളത്. നിങ്ങളുടെ സോയിൽ ടെസ്റ്റ് അയച്ചു തന്നതിന് ശേഷം ഏതാണോ അവിടെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു വളം കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് തരാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇതിപ്പോൾ നമ്മുടെ കമ്പനിയിലെ കോമ്പൗണ്ടിൽ നിൽക്കുന്ന ഒരു തെങ്ങാണ്. ഇതിൻ്റെ ആ തെങ്ങ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഏകദേശം ഒരു 3 വർഷം ഒക്കെ മാത്രം പ്രായമായ ഒരു തെങ്ങാണ്. അതായത് നമ്മുടെ ഈ വളം ഉണ്ടാക്കുന്നതിൻ്റെ വേസ്റ്റ് വാരി ഇതിന്റെ ചോട്ടിൽ ഇടുന്നതാണ്. അതായത് നമ്മൾ വളങ്ങളെ തന്നെ അതായത് ഈ നമ്മൾ മിക്സ് ചെയ്തതിന്റെ മെഷീൻ വൃത്തിയാക്കുന്നത് അല്ലെങ്കിൽ നിലത്ത് വീഴുന്ന ഇതെല്ലാം കൂടെ നമുക്ക്
വാരി ഇതിന്റെ ചോട്ടിലിടുന്നതാണ്. നിറച്ച് കായ പിടിച്ചിട്ടുണ്ട്. നിറച്ച് കാ പിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് തെങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബയോമീൽ എന്നും പറഞ്ഞിട്ടൊരു വളമുണ്ട്. അപ്പം അതുപോലെ ഹരിതപോഷമുണ്ട്. ഇതിന്റെ എല്ലാം ഇത് നമ്മൾ ഇതിന്റെ ചോട്ടിലോട്ട് വാരി ഇടുന്നതാണ്. തെങ്ങിന് നല്ല ബെറ്റർ റിസൾട്ട്. പിന്നെ തെങ്ങിന് നല്ല റിസൾട്ട് ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് മറ്റേ തെങ്ങിന് കാ പിടിക്കുന്നതിനൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ കമ്പനിയിലോട്ട് മറ്റേ മുട്ടത്തോട് വരുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക അങ്ങനെ ഈ 4 സ്റ്റേറ്റിൽ നിന്നുള്ള വിവിധ ഹാച്ചറികളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നതാണ് ഇത്രയും മുട്ടത്തോട് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിനകത്ത് മറ്റു പല എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ എന്നുള്ളത്. ഇതുണ്ടോ, നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. നമ്മളിത് മറ്റേ നമ്മുടെ ചാക്ക് പൊട്ടി വീണതാണ്. ഇത് സാധാ മുട്ടത്തോട് തന്നെയാണ്. ഇത് പുഴുങ്ങിയ മുട്ടയുടെ അല്ല, നമ്മൾ ഹാച്ചറിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന, അതായത് കുഞ്ഞു വിരിഞ്ഞ ആ മുട്ടയുടെ തോടാണ് ഉപയോഗിക്കുന്നത്. ഇത് നേരെ പൊടിക്ക് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് മറ്റു മിക്സുകളൊന്നും വരുന്നില്ല. പുഴുങ്ങി പൊടിക്കുമ്പോൾ നമുക്ക് അതിന്റെ ക്വാളിറ്റി ലോസ് വരും. ക്വാളിറ്റി ലോസ് വരും. ഇത് നമ്മൾ നേരിട്ട് പൊടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടയുടെ തോടുണ്ട്, പിന്നെ ആ പാടയുണ്ട്. ഈ പാടയ്ക്കകത്താണ് നമുക്ക് ഈ മൈക്രോ എലമെന്റ്സ് ഒക്കെ അടങ്ങുന്നുണ്ട്. ഇത് നമ്മൾ നല്ലപോലെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. മുട്ടത്തോട് പൊടിക്കുന്നതിന് വേണ്ടി മാത്രം പുതിയൊരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വർക്കിംഗ് ആയിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനമാണ് എക്സൽ പൗഡർ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു പുതിയ മെഷീനാണിത്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് അത് പൊടിച്ച് കഴിയുമ്പോൾ ഉള്ളൊരു ഫോമാണ്. ഇത് കണ്ടോ, നല്ല ഫൈൻ പൗഡറായിട്ടായിട്ട് മറ്റേ കിട്ടുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് കലക്കി ഒഴിക്കാം. അതായത് അത്രയും ഫൈൻ പൗഡർ ആയതുകൊണ്ട് തന്നെ കലക്കി ഒഴിക്കാം. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാധാരണ ഇപ്പോൾ ഒരു കമ്പനി കിട്ടുന്നത് ചിലപ്പം ഈ ഫൈൻ പൗഡർ മാത്രമായിരിക്കും. നമ്മളുടെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഏത് തരത്തിൽ വേണേലും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഫൈൻ പൗഡർ ആയിട്ട് വേണ്ടവർക്ക് ഫൈൻ പൗഡർ ആയിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് തരിയായിട്ട് വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട്. കസ്റ്റമർക്ക് ഏതാണോ ആവശ്യം അതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. ഈ ഫൈൻ പൗഡർ ആകുമ്പോൾ നമുക്ക് മണ്ണിൽ സോയിലിൽ പെട്ടെന്ന് ഫൈൻ പൗഡർ ആകുമ്പോഴത്തേക്കും സോയിലിൽ പെട്ടെന്ന് ലയിച്ച് പെട്ടെന്ന് അതിന്റെ ഗുണങ്ങളെല്ലാം ചെടികൾക്ക് കിട്ടും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. ആഴ്ചയിൽ ഒരു 10 ടണ്ണിലധികം എക്സൽ പുറത്തുനിന്ന് വരുന്നുണ്ട്. 10 ടൺ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ വളം ഉപയോഗിക്കുന്ന കർഷകർ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് ഇപ്പം കൊണ്ടുപോകുന്നവർ ആ റിസൾട്ട് ഉള്ളതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും നമ്മളടുത്ത് വാങ്ങിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിലോട്ട് നമുക്ക് ഹ്യൂജ് പ്രൊഡക്ഷൻ ആയിട്ട് മാറ്റാൻ പറ്റും. അതായത് നമുക്കിപ്പം സീസൺ സമയത്താണെങ്കിൽ എല്ലാ ആഴ്ചയിലും ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട ജില്ലയിലെ ഭാഗങ്ങളിലൂടെ നമ്മളെ വണ്ടി പോകുന്നുണ്ട്. ഓഫ് സീസൺ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മളൊരു 15 ദിവസം കൂടുമ്പോഴും നമ്മുടെ വണ്ടി പോകുന്നുണ്ട്. അപ്പം നമുക്ക് അവർക്ക് കുറഞ്ഞ ചെലവിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മളെ വളം എടുക്കുന്ന വലിയ ഒരുപാട് കൃഷി ചെയ്യുന്ന ആളുകളും കാണും, ചെറുകിട കർഷകരും കാണും. അപ്പം ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു വണ്ടി വിളിച്ചുകൊണ്ട് വന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ഒരു പ്രദേശത്ത് ഒരു റൂട്ടിലോട്ടുള്ള കംപ്ലീറ്റ് ഓർഡറുകൾ എടുത്ത് അതിനനുസരിച്ചായിട്ടാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ എടുക്കുന്ന ആളുകളുടെ അതേ റേറ്റിൽ തന്നെ നമുക്ക് ചെറുകിട കർഷകർക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. കൃഷിയെ ഞങ്ങൾ വേറെ രീതിയിലാണ് ഞങ്ങൾ കാണുന്നത്. അതിനൊരു ബിസിനസ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സമീപിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ കൃഷിയെ സംബന്ധിച്ചിടത്തോളം പൈസ മുടക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ലാഭം കിട്ടണം. അതുകൊണ്ട് തന്നെ ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പല ചെടികളും പല തരത്തിലുള്ള കൃഷി രീതികളൊക്കെ ഉണ്ട്. ഇപ്പം അത് പല ചെടികളും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടികളുമുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു വളം ഒരു കർഷകൻ പുതിയതായിട്ട് പരീക്ഷിക്കുമ്പോൾ അവന് ചില സംശയങ്ങളുണ്ടാവും. അപ്പം ഇത് വലിയ രീതിയിലൊക്കെ കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ പൈസ മുടക്കിലാണ് ആയിരിക്കും അവരിത് വാങ്ങുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വളം ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാമ്പിൾ അയച്ചു തരും. അതിനനുസരിച്ച് നിങ്ങൾക്കത് പരീക്ഷിച്ച് റിസൾട്ട് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ബൾക്കായിട്ട് ഓർഡർ ചെയ്താൽ മതി. അതായത് നമ്മളെ സാമ്പിൾ പാക്കറ്റ് ഉപയോഗിച്ച് അവർ റിസൾട്ട് കണ്ടതിന് ശേഷം ഓർഡർ ചെയ്താൽ മതി. ഉറപ്പായിട്ടും വലിയ കർഷകർക്ക് ആകുമ്പോഴത്തേക്ക് അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. അവർക്ക് ഉപയോഗിച്ച് നോക്കാമല്ലോ. തീർച്ചയായിട്ടും അത് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം. ഞങ്ങൾ അങ്ങനെ പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വളത്തിന്മേലുള്ള ഞങ്ങളുടെ വിശ്വാസമാണത്. ഒത്തിരി കർഷകർ, ഒരുപാട് കർഷകർ ഉപയോഗിക്കുന്നുണ്ട് ഈ നമ്മുടെ വളങ്ങൾ. ഒരുപാട് ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മൾ ഇടുക്കിയിലോട്ടൊക്കെ മറ്റേ തോട്ടങ്ങളാണ് ഏലത്തിനൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ആദ്യം നമ്മളെ സാമ്പിൾ എന്നുള്ള രീതിയിൽ പോയതിന് ശേഷമാണ് ഇപ്പോൾ അവർ ബൾക്കായിട്ട് വളങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഇന്നലെയും ഏകദേശം ഒരു 15 ടണ്ണോളം നമുക്ക് കട്ടപ്പന കുമ്പളി ഭാഗത്തോട്ട് ലോഡ് ഉണ്ടായിരുന്നു. അപ്പം അത് ഉപയോഗിക്കുന്ന കർഷകരുടെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ഇപ്പം ചില ആളുകൾ ഇപ്പം മേടിച്ച് ഉപയോഗിക്കാനുള്ളൊരിത് മടിയുള്ളവർ ചിലപ്പം നമ്മളോട് ചോദിക്കും, ഞങ്ങളുടെ അടുത്ത ഭാഗത്ത് ആരെങ്കിലും എടുത്തവരുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഉറപ്പായിട്ടും മറ്റേ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത്
വളം എടുത്തിട്ടുള്ള ആളെ മറ്റേ connect വിളിക്കും. ഒരാളെങ്കിലും നിങ്ങൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, കൊടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ അവരത് കൊടുക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നയാൾ നമ്മുടെ സാധനം ഉപയോഗിക്കുന്നതാണെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും.